വൈകുന്നേരമായപ്പോൾ ഞാനും ചേച്ചിയും പീലിക്കുട്ടിയും കൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇവിടെ അടുത്തുള്ളൊരു കാവിലെ ഇന്ന് ഉത്സവമാണ്. അപ്പൊ നമ്മളെ അമ്പലത്തിൽ നിന്നാണ് കലശ എഴുന്നള്ളത്തുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. പിന്നെ ഇന്ന് പീലിക്കുട്ടിന്റെ കൈയിന്റെ കെട്ടഴിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടഴിച്ചിട്ടും പീലിക്കുട്ടിക്ക് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കൈ താഴ്ത്താൻ കൂട്ടാക്കണേ ഇല്ല. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അമ്പലത്തിൽ നട തുറന്ന് അത് കഴിഞ്ഞിട്ട് കലശ എഴുന്നള്ളത്തുമായിട്ട് അവർ പോവാൻ വേണ്ടിയിട്ട് പുറപ്പെടുക. പിന്നെ താഴെ നമ്മൾ മണ്ഡപത്തിന്റെ അടുത്തായിട്ടാണ് കോമരക്കാരും ചെണ്ടക്കാരും എല്ലാവരും ഉള്ളത്. പിന്നെ അവിടുന്ന് കിട്ടിയ പ്രസാദം എല്ലാവരും വാങ്ങിച്ചു തൊടുണ്ട്. ഈ കാവ് വരുന്നത് ഞങ്ങൾ വീണ്ടും തൊട്ടടുത്തല്ല കേട്ടോ, കുറച്ച് അപ്പുറത്തേക്കാണ്. ഒരു പുഴേന്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ സ്ഥലമൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് അവിടെ വെള്ളാട്ടും തിരകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയൂല. എന്തായാലും ഇവിടുന്ന് കലശ എഴുന്നള്ളത്ത് പുറപ്പെട്ടിട്ടുണ്ട്. അവരിറങ്ങിയപ്പോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെ കയറി. ഇപ്പൊ ദീപാരാധനന്റെ സമയമാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല രസമുണ്ട് അമ്പലം കാണാനായിട്ട്. ഈ നല്ല രാവിലെ വൈകുന്നേര സമയങ്ങളിൽ അമ്പലത്തിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ്. നമ്മൾ ആലും ആകാശവും അമ്പലത്തിന്റെ പകുതി ഭാഗവും അതൊക്കെ കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ വെറുതെ ഒന്ന് അമ്പലക്കുളത്തിലേക്ക് പോയി. അപ്പോഴത്തേനും പീലിക്കുട്ടി ഇത് അണ്ണാരക്കണ്ണനും തന്നാലായത് പറഞ്ഞാൽ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പൂജേന്റെ പായസം കിട്ടി. അപ്പോഴേക്കും അമ്മയ്ക്ക് പൂജേന്റെ പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കഴുകാനായിട്ട്. അമ്മേന്റെ ജോലിയും ചെയ്യാണ്, ഞങ്ങളെ ജോലിയും ചെയ്യേണ്ട. അപ്പൊ അത്രയേ ഉള്ളൂ.